വെൽക്കം ടു മാർക്കറ്റ് ഹണ്ടർ. കൃത്യമായ ഇടവേളകളിൽ മുടക്കം വരുത്താതെ ഡിവിഡന്റ് നൽകുന്ന ഓഹരി നിക്ഷേപങ്ങളാണോ നിങ്ങൾ തിരയുന്നത്? അങ്ങനെയുള്ള ഓഹരികളിൽ നിക്ഷേപം നടത്തുന്നതിന് മുൻപ് നമുക്ക് ചില കാര്യങ്ങൾ ശ്രദ്ധിക്കാം. ഫസ്റ്റ് വൺ, ഓഹരിയുടെ ഡിവിഡന്റ് yield 3% മുകളിലായിരിക്കണം. അത് മാത്രമല്ല, ഓഹരിയുടെ മാർക്കറ്റ് വാല്യൂ താഴ്ന്നത് കൊണ്ടാണോ അതോ പെർ ഷെയർ ഡിവിഡന്റ് വർദ്ധിച്ചത് കൊണ്ടാണോ? ഫസ്റ്റ് വൺ, ഓഹരിയുടെ ഡിവിഡന്റ് yield 3% മുകളിലായിരിക്കണം. അത് മാത്രമല്ല, ഓഹരിയുടെ മാർക്കറ്റ് വാല്യൂ താഴ്ന്നത് കൊണ്ടാണോ അതോ പെർ ഷെയർ ഡിവിഡന്റ് വർദ്ധിച്ചത് കൊണ്ടാണോ ഓഹരിയുടെ ഡിവിഡന്റ് yield ഉയർന്നു നിൽക്കുന്നത് എന്ന് നോക്കണം. സെക്കൻഡ്, ഓഹരിയുടെ ഡിവിഡന്റ് പേ ഔട്ട് 40% മുകളിലായിരിക്കണം. അങ്ങനെയാണോ എന്നുള്ളത് നമ്മൾ ഉറപ്പുവരുത്തണം. തേർഡ് വൺ, ഏത് കമ്പനിയാണോ നമ്മൾ തിരഞ്ഞെടുക്കുന്നത് ആ കമ്പനിയുടെ ഡിവിഡന്റ് പോളിസിയെ പറ്റി നമുക്ക് കൃത്യമായ അറിവുണ്ടായിരിക്കണം. അവർ ഡിവിഡന്റ് നൽകുന്ന ഇടവേളകൾ എങ്ങനെയാണെന്നും ഇതുവരെ കൃത്യമായി അത് നൽകിയിട്ടുണ്ടോ എന്നും നമ്മൾ ശ്രദ്ധിക്കണം. ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക വഴി കൺസിസ്റ്റന്റ് ആയി വിത്തൗട്ട് ഡ്യൂ ഡിവിഡന്റ് നൽകുന്ന ഷെയർസ് നമുക്ക് വാങ്ങാം. ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക വഴി കൺസിസ്റ്റന്റ് ആയി വിത്തൗട്ട് ഡ്യൂ ഡിവിഡന്റ് നൽകുന്ന ഷെയർസിൽ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. Stay tuned with Market Hunter.